അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ താത്താടെ വീട്ടിൽ പോകട്ടെ. താത്താടെ വീട്ടിലേക്ക് പോകണതിന് കാരണമുണ്ട്. ഉമ്മാടെ കൂടെ ഒന്ന് ഡോക്ടറെ അടുത്തേക്ക് പോകണം. അപ്പോൾ ഉമ്മാടെ കൂടെ തന്നെ ഉമ്മാക്ക് ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്യണം. കൊളസ്ട്രോളും ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ചെല്ലാനാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഉമ്മാടെ കൂടെ ലാബിലേക്ക് പോകണം. അപ്പോൾ പിന്നെ എന്നാൽ കുട്ടികളെ പിന്നെ മദ്രസയിൽ നിന്ന് കൊണ്ടുവരാനോ കൊണ്ടാക്കാനോ ഒന്നും എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇവരേനെ കുഞ്ഞാത്താടെ അവിടെ ആക്കിയിട്ട് ദയയിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ ആകുമ്പോൾ റോട്ടിലൊന്നും അധികം തിരക്കുണ്ടാവില്ല. അപ്പോൾ നമുക്ക് സ്കൂട്ടിയിൽ തന്നെ പോകാമല്ലോ വിചാരിച്ചിട്ട് ഞാൻ കുട്ടികളേനൊക്കെ കുഞ്ഞാത്താടെ കൊണ്ടാക്കി വന്ന് ഉമ്മാടെ കൂടെ ലാബിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഇതാ ഉമ്മാക്ക് ഭക്ഷണം കഴിച്ചിട്ട് ആദ്യം രക്തം ടെസ്റ്റ് ചെയ്തു. പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കുഞ്ഞാത്താടെ വീട് അവിടെ അടുത്താണ്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി അവളുടെ വീട്ടിൽ വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്യണമല്ലോ, ഷുഗർ ടെസ്റ്റ് ചെയ്യണമല്ലോ. കുഴപ്പമൊന്നുമില്ല കേട്ടോ, നോർമലാണ്, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ ഭയങ്കര കളിയാട്ടോ. ഞങ്ങൾ രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നിട്ടാണ് ചായയൊക്കെ കുടിച്ചത് കേട്ടോ. അത്രയും രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. നേരത്തെ പോകണമല്ലോ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും മുന്നേ ടെസ്റ്റ് ചെയ്യേണ്ടതല്ലേ ഇത്. അപ്പോൾ ഇവിടെ ചിക്കൻ കറിയും പിന്നെ ചപ്പാത്തി ആയിരുന്നു ചായക്ക് കടി. അപ്പോൾ അത് ഞാനും ഉമ്മയും കുട്ടികളൊക്കെ ഇരുന്നിട്ട് ചായ കുടിക്കട്ടോ. വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് നമ്മൾ തൈറോയിഡിൻ്റെ ഗുളിക മാത്രം കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. പിന്നെ അത് അവിടെ വന്നിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ പിള്ളേർ ചിമൂസിനൊക്കെ എണീറ്റിട്ടുണ്ട്. അവരിതാ അളിയൻ പൂച്ചേനെ വിളിച്ചിട്ട് കൊണ്ടുവരുന്നുണ്ട്. മറ്റവർ എന്തൊക്കെയായിരുന്നു കളിക്കുന്നുണ്ട് ഫോണിൽ. അങ്ങനെ നമ്മൾ ദയയിലെത്തിയിട്ട് ദയയിൽ ഉമ്മയുടെ 3 ആയിരുന്നു ടോക്കൺ നമ്പർ. അത് കാരണം ഇത്തിരി നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറിനൊക്കെ കണ്ടു, പ്രശ്നമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല പറഞ്ഞു, മരുന്നൊക്കെ തന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുന്ന വഴിക്ക് കരിമ്പിൻ ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് കരിമ്പിൻ ജ്യൂസ് മേടിച്ചു കേട്ടോ. അപ്പോൾ ഓട്ടോറിക്ഷയിലേക്ക് എന്നെ കൊണ്ടുവന്ന് തന്നു. ഞാൻ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ജ്യൂസൊക്കെ കൊണ്ടുവന്ന് തന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ച് നമ്മൾ പിന്നെ നേരെ വീട്ടിലെത്തിയപ്പോൾ ആരും ഡ്രീം കേക്ക് ഇതുവരെ കഴിച്ചിട്ടില്ല, ഒരൊറ്റ ആൾ കഴിച്ചിട്ടില്ല. ഇത് നമ്മളിങ്ങനെ ഫോണിൽ കണ്ട് 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 കൊതി ഇളകിയിട്ട് ഇരിക്കുക എന്നല്ലാണ്ട് നമ്മളൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ ചെറുതൊരെണ്ണം മേടിച്ചിട്ട് എല്ലാവരും കൂടിയിട്ട് ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പതുക്കെ എടുക്കണതൊന്നും നോക്കണ്ട. പിന്നെ ഇതൊരു ഭയങ്കരമായിട്ടുള്ളൊരു യുദ്ധമാണ് അവിടെ നടന്നത്. ആകെ ഒരു ചെറിയൊരു പാക്കറ്റ് ബോക്സിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ആദ്യം തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയത് നമ്മുടെ കുഞ്ഞുമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വാവച്ചി ടേസ്റ്റ് ചെയ്തു. അവൾ ഗർഭിണിയാണല്ലോ, അവൾക്കൊരു മുൻഗണന കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവൾ ടേസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മൂസിനെ വന്നു. പിന്നെ ഇശമോള്, ആച്ചൂട്ടൻ, അങ്ങനെ എല്ലാവരും കൂടിയിട്ട് അതിന്നാകെ തോണ്ടിയിട്ട് പിന്നെ അളിയനും താത്തയൊക്കെ കൂടി വന്നു. പിന്നെ ഞാൻ ക്യാമറയും പിടിച്ചിട്ട് നിന്ന് ശരിയാവില്ല തോന്നി. അപ്പോൾ എനിക്ക് കിട്ടില്ല തോന്നി. അപ്പോൾ പിന്നെ ഞാനും കൂടി അതിൻ്റെ ഇടയിൽ കൂടെ ഞാനും കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ബോക്സ്, നല്ല വില ഉണ്ട് കേട്ടോ. അതിന് ചെറുതിന് തന്നെ 500 രൂപയൊക്കെ വില ഉണ്ട്. അപ്പോൾ കഴിക്കാത്തവരാണെങ്കിൽ ഒന്ന് ചെറുതൊരെണ്ണം വാങ്ങി കഴിച്ചു നോക്ക്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ മറ്റേ കേക്കിനേക്കാളൊക്കെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ഇഷ്ടമായി. പിന്നെ അവിടെ ഭയങ്കര യുദ്ധം തന്നെ ഇരുന്നു എന്ന് പറഞ്ഞില്ലേ. ഞാൻ പിന്നെ വീഡിയോ ഒക്കെ കുറച്ച് നേരമൊക്കെ എടുത്തിട്ട് പിന്നെ ഞാൻ ഓഫാക്കി. എനിക്ക് മനസ്സിലായി വീഡിയോ എടുത്തിട്ടിരുന്നത് ശരിയാവില്ല തോന്നി. എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇന്നും അതിൻ്റെ അടുത്ത് എത്താറുണ്ട്. അപ്പോൾ അളിയൻ കഴിച്ചു നോക്കി. അളിയനും ആദ്യമായിട്ട് തന്നെ കേട്ടോ കഴിക്കുന്നത്. എല്ലാവരും ആദ്യമായിട്ട്, ഇപ്പോൾ ഈ കഴിക്കുന്നവരൊക്കെ ആദ്യമായിട്ട് കഴിക്കുന്നുണ്ട്. ഞങ്ങൾ ആരും ഇത് കഴിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ നമുക്ക് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയതാട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഡ്രീം കേക്കൊക്കെ ആസ്വദിച്ച് കഴിച്ച്. അപ്പോൾ കുഞ്ഞു തോണ്ടണത് വലിയ വലിയ പീസാട്ടോ. അവൻ മാത്രം വലിയ വലുത് കഴിച്ചിട്ട് ആച്ചൂട്ടിനൊക്കെ തോണ്ടുണ്ട് എന്നുള്ളത്. പക്ഷേ ആച്ചൂട്ടിനൊക്കെ ചെറുതാണ് കിട്ടുന്നത്. അങ്ങനെ അല്ലാതെ മൂസിന് പിന്നെ ഇതിൽ കയ്യിലാകെ സ്പൂണ് 2 ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ അവൾ അടുക്കളയിൽ പോയിട്ട് സ്പൂണൊക്കെ എടുത്തിട്ട് അപ്പത്തിന് ഇവിടെ ടോം ആൻഡ് ജെറിയിലത്തെ പോലെ അളിയനും താത്തയും കൂടിയിട്ട് ചെറിയൊരു പിണക്കും അടിയും ചിരിയും കളിയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ പറഞ്ഞതൊന്നും ഇടരുതെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇത് നല്ല രസമുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് ഇട്ടിട്ടുണ്ട്. ചെറുതായിട്ടൊക്കെ ഒന്ന് ഇട്ടു. ഇവർക്ക് ഏത് നേരം ഇതന്നെ കേട്ടോ പണി, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഗുസ്തി പിടിക്കില്ല. അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഒരു തമാശയായിട്ട് കണ്ടാൽ മതിട്ടോ, തമാശയ്ക്കാണ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്നിട്ട് ചായ കുടിക്കുകയാണ്. നമ്മൾ പാലൊഴിച്ച് ചായയും മിക്സറും ബിസ്ക്കറ്റും ഒക്കെ കൂടിയിട്ട് കഴിക്കട്ടെ. അപ്പോൾ നമ്മൾ സ്കൂള് പൂട്ടിയിട്ട് പിന്നെ എങ്ങോട്ടും പോയിട്ടുമില്ലല്ലോ. ഇവർ കുറേ ദിവസമായി എങ്ങോട്ടേലും പോവാന്ന് പറയുന്നത്. നമുക്ക് പിന്നെ വേറെ എവിടേക്കും പോകാല്ലേ. ആ കൂടി നമ്മൾ ഇങ്ങോട്ടൊക്കെ തന്നെ വരുള്ളൂ കേട്ടോ. ആ കൂടിയിട്ട് വന്ന് നിൽക്കുക കുഞ്ഞാത്താട് തന്നെയാണ്, വേറെ എവിടെ അങ്ങനെ പോയി നിൽക്കാറില്ല. അപ്പോൾ നേരെ വന്നിട്ട് നമ്മൾ ചായയൊക്കെ കുടിച്ച് ഇനി നാളെ തന്നെ തിരിച്ചു പോട്ടാം. മദ്രസ ഉള്ളതല്ല, അധികം ദിവസമൊന്നും നിൽക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ ഇങ്ങനെ ഉമ്മയുടെ കൂടെ പോകേണ്ടതല്ലേ. അപ്പോൾ മക്കളേനെ അവിടെ ആക്കണ്ട, ശില്പിയില്ലല്ലോ. ശില്പുണ്ടെങ്കിൽ അവിടെ ധൈര്യമായിട്ട് നമുക്ക് ആക്കാം. അപ്പോൾ അവളും ഇല്ലല്ലോ അവിടെ. അപ്പോൾ പിന്നെ അങ്ങനെ ഇവിടെ ആക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നതാട്ടോ. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നു.
കുറേ നേരം ചായ കുടിച്ചിരുന്നപ്പോൾ ആദ്യം മൂസിൻ്റെ തലയിൽ തട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം ഷാളൊക്കെ ഇട്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാട്ടോ. അപ്പോൾ കുറച്ച് പേരൊക്കെ മേശപ്പുറത്ത് ഇരുന്നുണ്ട്, മക്കളൊക്കെ അത് സോഫയിൽ ഇരുന്നിട്ട് ചായ കുടിക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഇരിക്കാനും ചായ കുടിക്കലും വർത്താനം പറയലൊക്കെ നല്ല രസമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാട്ടോ അതൊക്കെ. ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ മൂസിനാക്കൊന്ന് സ്കൂട്ടി ഓടിച്ച് പഠിക്കണം എന്ന് പറഞ്ഞു. കുറേശ്ശൊക്കെ അറിയാം, എന്നാലും ഇവിടെ അധികം വണ്ടികളൊന്നും വരാത്ത റോഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിക്കാൻ സുഖമാട്ടോ. അപ്പോൾ അവൾക്കൊന്ന് ഓടിച്ച് പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടിയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങി അവൾ മെല്ലെ മെല്ലെ ഓടിച്ച് പഠിക്കുന്നുണ്ടായിരുന്നു. പടിഞ്ഞുട്ടോ, ഏകദേശമൊക്കെ പടിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞുവിനെയും കൊണ്ടിട്ട് അളിയൻ വടക്കാഞ്ചേരിക്ക് പോയപ്പോൾ ആ ചുട്ടിന് കുശുമ്പളേക്ക് ആ ചുട്ടിനെ കൊണ്ടുപോയില്ല പറഞ്ഞിട്ട്. അപ്പോൾ ആ ചുട്ടിനെയും കൊണ്ടിട്ട് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് അളിയൻ അങ്ങനെ പോവാട്ടോ. അത് കഴിഞ്ഞിട്ട് അവർ അപ്പം തന്നെ വന്നു. അപ്പം ഞങ്ങൾ വെറുതെ, ഞാനും കുഞ്ഞാത്തിയും നമ്മുടെ വാവച്ചിയും എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ വെറുതെ നടന്നു. ഒരു 5:30 ആ സമയം. അപ്പോഴാണ് നമ്മുടെ വന്ദേ ഭാരത് പോണത്. അപ്പോൾ ഞാൻ അതൊന്ന് ഷൂട്ട് ചെയ്തത് കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ അടുത്ത് കാണുന്നത്. ഒരു വട്ടം ഇങ്ങനെ കണ്ടിട്ടുണ്ട്, അല്ലാണ്ട് ഇങ്ങനെ തൊട്ടടുത്ത് കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാനൊന്ന് വീഡിയോ കണ്ടു, വീഡിയോ എടുത്തു. എന്നെ പോലെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്ദേ ഭാരതൊക്കെ പോയി. നമ്മളിവിടെ തൊട്ടടുത്ത് ഒരു ഉണക്കമീൻ കട ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഉണക്കമീൻ മേടിച്ചിട്ട് വരാം. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ പോകുമ്പോൾ കട തുറന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ പോയി വാങ്ങിക്കാൻ പറഞ്ഞിട്ട് ഞാനും കുഞ്ഞാത്ത കൂടി പോയിട്ട് ഉണക്കമീനൊക്കെ മേടിച്ചിട്ട് നല്ല വില കുറവുണ്ട് കേട്ടോ. ഓട്ടുപാറ ആശുപത്രിയുടെ നേരെ ഇപ്പുറത്ത് ഒരു കട ഉണ്ട്, ഒരു വലിയപ്പാട കട. അവിടെ നിന്നാണ് നമ്മൾ വാങ്ങിച്ചിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉണക്കമീനായിരുന്നു. പിന്നെ നല്ല വില കുറവുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് മീനൊക്കെ നമ്മൾ അവിടെ നിന്നൊക്കെ മേടിക്കുമ്പോൾ നല്ല വിലയാണ്, ഇവിടുന്ന് മേടിക്കുമ്പോൾ നമുക്ക് നല്ല വില കുറവും ഉണ്ട്. നല്ല സ്രാവൊക്കെ അടിപൊളി കേട്ടോ. ഞാൻ സ്രാവിൻ്റെ നമ്മുടെ കൊത്തിക്കൂട്ടൊക്കെ ഉണ്ടല്ലോ, സ്രാവിൻ്റെ എല്ലുമുട്ടിയൊക്കെ ഉള്ളത്, അതൊക്കെ മേടിച്ചു. അതൊക്കെ വെച്ചിട്ട് നമ്മൾ തേങ്ങ അരച്ചിട്ട് കറി വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ്. അപ്പോൾ അത് മേടിച്ചു. പിന്നെ കുറച്ച് മുള്ളനും കുറച്ച് മാന്തളൊക്കെ വാങ്ങിച്ചു. അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് ബ്രെഡ് മേടിക്കാണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മാണീസ്, തൊട്ടപ്പുറത്തുള്ള മാണീസിൽ കയറിയിട്ട് കുട്ടികൾക്ക് ബ്രെഡും പിന്നെ 1-2 സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വാങ്ങിച്ചു. അപ്പോൾ കടയിൽ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്തായ കാരണം. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുട്ടികൾക്ക് ഒരു ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വടക്കാഞ്ചേരിയിൽ നിന്നൊക്കെ വന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമാവുന്നെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, അസ്സലാമു അലൈക്കും.